ഹലോ ഗൈസ്, ഇന്നലെ 1 ഡേ ട്രിപ്പിൻ്റെ വീഡിയോ ഇട്ടത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിരുന്നോ? അപ്പോൾ ഇന്നത്തെ ഇത് 3D ട്രിപ്പിൻ്റെ വീഡിയോ ആണേ. അപ്പോൾ ആ വീഡിയോസ് എല്ലാം കൂടെ ഞാൻ ഷോർട്ടാക്കി ഒരു വീഡിയോ ആക്കി ഇട്ടിട്ടുണ്ട്. ഇച്ചിരി ലോങ് ആയിട്ടുള്ളൊരു വീഡിയോ ആണെങ്കിൽ നിങ്ങൾ ഡീറ്റെയിൽഡ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, ഇപ്പോൾ നമ്മൾ നേരെ പോകുന്നത് വാഗമണ്ണിലോട്ടാണ്. നല്ല ക്ലൈമറ്റ് ആയിരുന്നു, ഒരു വെയിലും തണുപ്പും ചേർന്നൊരു ക്ലൈമറ്റ് ആയിരുന്നു. പിന്നെ മൊട്ടക്കുന്നുകൾ മാത്രമുള്ള വാഗമണ്ണ് കാണാൻ അത്ര രസമുണ്ടായിട്ട് തോന്നിയില്ല. കാരണം നമുക്ക് അതിനേക്കാളും ഏറ്റവും കൂടുതൽ ഇഷ്ടം മൂന്നാറാണ്. നമ്മുടെ ഏറ്റവും കൂടുതൽ എപ്പോഴും വിസിറ്റ് ചെയ്യുന്ന ഒരു സ്ട്രെസ് ബസ്റ്റർ പ്ലേസ് എന്ന് പറയുന്നത് മൂന്നാർ തന്നെയാണ് ആസ് യൂഷ്വൽ. അപ്പോൾ ഇതാണ് നമ്മുടെ വാഗമണ്ണിലുള്ള നിന്ന് കാണുന്ന കാഴ്ചകൾ. പിന്നെ അവിടെ നേരെ നമ്മൾ വാഗമൺ അത്ര കംഫർട്ടായിട്ട് ഫീൽ ചെയ്യാത്തത് കൊണ്ട് നേരെ മൂന്നാറിലോട്ട് പോയി കേട്ടോ. അപ്പോൾ പോകും വഴിയെല്ലാം മൂന്നാറിലെ കംപ്ലീറ്റ് റോഡിൻ്റെ വർക്കൊക്കെ നടക്കുകയായിരുന്നു. അങ്ങനെ എത്തിയപ്പോഴേക്കും ചെറിയൊരു വീഡിയോസൊക്കെ എടുത്തു. വീഡിയോസ് എടുത്തുകൊണ്ടിരുന്ന സമയത്തായിരുന്നു വേണ്ടേ നമ്മുടെ റോയൽ വ്യൂ ഡബിൾ ഡെക്കർ സ്പോട്ട് ചെയ്തത്. ഞാൻ പറഞ്ഞില്ലേ, മൂന്നാർ നമ്മുടെ റോഡൊക്കെ വികസിപ്പിക്കുന്നതിൻ്റെ പണി നടക്കുകയാണ്. അപ്പോൾ റോഡൊക്കെ വികസിച്ച് വരുമ്പോഴേക്കും അത്യാവശ്യം നല്ല ഭംഗിയായിരിക്കും റോഡ് വിസിബിലിറ്റി ഒക്കെ. പിന്നെ നല്ല വിസ്തീർണവും കാണും. പിന്നെ അവിടെ നമ്മൾ നേരെ പോയത് മറയൂരിലോട്ടാണ്. ഇത് മറയൂർ ചന്ദനക്കാടാണ് ഈ കാണുന്നത്. നല്ല മണമായിരുന്നു കേട്ടോ. ഒരു ചന്ദനത്തിൻ്റെ ആ ഒരു മണമാണോ, അപ്പോൾ നല്ല മണമായിരുന്നു. പിന്നെ മറയൂർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മയിൽ വരുന്നത് മറയൂർ ചന്ദന തോപ്പുകളും പിന്നെ എന്തോന്നാണ് മറയൂർ ശർക്കരയായിരിക്കും. അപ്പോൾ ഇതൊരു മറയൂർ ജാഗരി ഉണ്ടാക്കുന്ന ഒരു പ്ലേസ് ആയിരുന്നു. പിന്നെ അത് ക്ലോസ്ഡ് ആയിരുന്നു. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു കുറച്ച് കരിമ്പിൻ തോട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ വരുമ്പോഴേക്കും മറയൂർ ഒരു ചെറിയൊരു ഒരു വില്ലേജ് ടൗൺ ആയിരുന്നു അത്. പിന്നെ അവിടെ നേരെ നമ്മൾ കാന്തല്ലൂരിലോട്ടാണ് വന്നത്. കാന്തല്ലൂർ എത്തിയപ്പോഴാണ് ഇങ്ങനെ ഒരു സ്പോട്ട് ശ്രദ്ധയിൽപ്പെട്ടത്. ഇത് മറയൂർ ജാഗരി ഉണ്ടാക്കുന്ന ഒരു സ്ഥലമാണ്. ഇത് നിങ്ങൾക്ക് കാണണമെങ്കിൽ മറയൂർ കാന്തല്ലൂർ റോഡിലോട്ട് സ്പോട്ടിന് അവിടെ ഒരു ഇച്ചിരി മീറ്റേഴ്സ് മാറി ഇത് തന്നെ ആയിരിക്കും. മറയൂരും കാന്തല്ലൂരും എന്തുണ്ട് എന്ന് ചോദിക്കുന്നവരോട് മറയൂർ ഏറ്റവും കൂടുതലുള്ളത് ജാഗരി ഉണ്ടാക്കുന്ന സ്ഥലമാണ്, അതായത് മറയൂർ ശർക്കര ഉണ്ടാക്കുന്ന സ്ഥലമാണ്. പിന്നെ കാന്തല്ലൂരാണ് അല്പവും കുറച്ച് സ്പോട്ടുകളൊക്കെ ഉള്ളത്. അതുകൊണ്ട് ഇതൊരു സ്പോട്ടാണ് ഹണി റോക്ക്. ഹണി റോക്ക് എന്ന് വെച്ചാൽ ഇതുപോലെ ഒരു വലിയ പാറയിൽ ഏറ്റവും മുകളിലായിട്ട് കുറച്ച് തേനീച്ച കൂടുകളുണ്ട്. അത് നമുക്ക് റോഡിൽ നിന്നാലും കാണാൻ പറ്റും. ഇതാണ് ആ ഹണി റോക്ക് എന്ന് പറയുന്നത്. ഇതാണ് തേനീച്ച കൂടുകൾ, ഹണി ബീസിൻ്റെ ബീഹൈവൊക്കെ ഇരിക്കുന്നത്. ഒരുപാടുണ്ടായിരുന്നു. അത് നമുക്ക് ക്യാമറയിൽ അത്ര വിസിബിൾ അല്ല. ഇതാണ് ഓരോ ബീഹൈവും അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ടിക്കറ്റ് ഫ്രീ വരുന്നത് 10 രൂപയാണ്. പക്ഷേ നമ്മൾ പോയ ടൈമിൽ ടിക്കറ്റ് ഒന്നും എടുക്കുന്നില്ലായിരുന്നു. പിന്നെ അങ്ങനെ വന്നുകൊണ്ടിരുന്നപ്പോഴാണ് പിന്നെ റോഡിൽ കംപ്ലീറ്റ് സൈഡ് ഫുള്ളും ഫെൻസിങ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഇത് കാടുകളല്ലേ, അപ്പോൾ അതുകൊണ്ടായിരിക്കാം. പിന്നെ ഇങ്ങനെ കുറച്ച് ആനിമൽസിനെ കണ്ട് അങ്ങനെ വന്നുകൊണ്ടിരുന്നപ്പോഴാണ് ഈ മറയൂർ കാന്തല്ലൂർ റോഡിൽ പോകുന്നവർക്ക്, ഇപ്പോൾ ഈ സീസണിൽ പോകുന്നവർക്ക് കാണാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ജക്രാന്ത മരം. വളരെ ഭംഗിയാണ്, ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരുന്നു. അതിൻ്റെ ആ ഒരു കളറും അതിങ്ങനെ റോഡ് സൈഡിൽ പൂത്തിൽ നിൽക്കുന്ന കാണാൻ വളരെ ഭംഗിയാണ്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു എയിമെന്ന് തന്നെ പറയാം ഇത് കാണുക എന്നത്, ഈ യാത്രയുടെ എയിം എന്ന് പറയുന്നത്. പിന്നെ ഈ പോകുന്നത് ഒരു ഡ്രോൺ ഷൂട്ട് എടുക്കാനാണ്. അത് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കാം. അങ്ങനെ മറയൂരും കാന്തല്ലൂരൊക്കെ പോയിട്ട് നമ്മൾ നേരെ റൂമിലെത്തുന്ന ടൈമിൽ നല്ല മഴയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ ഡ്രോൺ ഷൂട്ട് ഇതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ഡ്രോൺ ഷൂട്ട് നമുക്ക് മൂന്നാർ തന്നെ കിട്ടുന്നതാണ്. നമ്മൾ മൂന്നാറിലോട്ട് പോകുമ്പോൾ പലയിടത്തും ഫോട്ടോസ് എടുക്കാൻ നിൽക്കുന്ന ആൾക്കാർ ഇപ്പോൾ ഡ്രോൺ ഷൂട്ടും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്, ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇന്നത്തെ മൂന്നാർ മറയൂർ കാന്തല്ലൂർ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ബൈ, ടേക്ക് കെയർ, സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ.